അപ്പം നോക്കില്ലേ, ഇന്നത്തെ സന്ദേശത്തിലേക്ക് സ്വാഗതം. മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് കഷ്ടത. ഇതൊരു കുഴയ്ക്കുന്ന അവസ്ഥയാണ്. ക്രൂശിതനായി കിടക്കുന്ന യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. യേശുവിന്റെ അനുഭവം കഷ്ടത നിറഞ്ഞായിരുന്നു. യേശുവിന് ഏറ്റവും ഭയങ്കരമായ അനുഭവം ഉണ്ടായി. ശാരീരിക കഷ്ടതകൾ, മാനസിക വേദനയും നിരാശയും. ആത്മീയ ബോധത്തിൽ തനിച്ചാണെന്ന് അറിവ്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന അതേ വാക്ക് യേശു ഉപയോഗിച്ചു. അദ്ദേഹം നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്തുകൊണ്ട്? ഇയ്യോബിനും ഭയങ്കരമായ പ്രശ്നമുണ്ടായി. എന്നാൽ ആദ്യം ഇത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഷ്ടത പല പ്രശ്നങ്ങളും വരുത്തുന്നു. അവ സങ്കീർണത നിറഞ്ഞതാകാം. കഷ്ടത മനുഷ്യരായ നമ്മുടെ അനുഭവങ്ങളുടെ ഭാഗമാണ്. ജീവിതം മുഴുവൻ വേദനയും നിരാശയും നിറഞ്ഞതാകാം. ഇയ്യോബിന്റെ പുസ്തകം ഇത് സംബന്ധിച്ച് എളുപ്പവും വ്യക്തവുമായ ഉത്തരം നൽകുന്നില്ല. പ്രശ്നം യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ കാണിക്കുന്നു. രോഗിയുടെ സംശയങ്ങളുടെ സത്യസന്ധമായ ചരിത്രം നൽകുന്നു. കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള പൊതുവായ ചില ധാരണകൾക്ക് നീക്കം വരുത്തുന്നു. കഷ്ടത പാപത്തിനുള്ള ശിക്ഷയാണ് എന്നതാണ് ഇതിലൊന്ന്. പ്രശ്നത്തെയും വേദനയെയും കാണേണ്ട ശരിയായ മനോഭാവം നിർദ്ദേശിക്കും. തന്നിമിത്തം ഇയ്യോബിന്റെ പുസ്തകത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ഇതൊരു മികച്ച സാഹിത്യ കൃതിയാണ്. മാർട്ടിൻ ലൂതർ ഇത് വിവരിച്ചു. ഏറ്റവും മികച്ച ബൈബിളിലെ പുസ്തകമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ആളുകൾ പലപ്പോഴും കഷ്ടപ്പാടുകളെ കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നു. അത് ഞങ്ങൾക്ക് യോജിച്ചതല്ല എന്നവർ പറയുന്നു. അത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ പലപ്പോഴും ഭയങ്കര നിരാശ നൽകുന്നു. ഈ സമയം ഇയ്യോബിന്റെ മോശം അനുഭവം ഇങ്ങനെയുള്ളവരെ സഹായിക്കും. ഓരോ നൂറ്റാണ്ടിലും ഇത് അർത്ഥവത്താണ്. നമുക്ക് നിരാശയോടെ ഇയ്യോബിനെ കണ്ടുമുട്ടാം. ചില മികച്ച സത്യങ്ങൾ ശ്രദ്ധിക്കാം. ഇയ്യോബിന്റെ ഭയാനകമായ അനുഭവങ്ങളിൽ നിന്ന് അവ പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാവുന്ന ഏറ്റവും മനോഹരമായ ആളുകൾ, തോൽവി, ഭീകര കഷ്ടപ്പാടുകൾ, അറിയപ്പെടുന്ന പോരാട്ടം, അറിയപ്പെടുന്ന നഷ്ടം, ഈ ആഴങ്ങളിൽ നിന്ന് പുറത്തു കടന്നവരാണ്. ക്രിസ്തുയേശുവിലൂടെ ഓരോ നല്ല ദിവസം ആശംസിക്കുന്നു.